അപ്പം മൃത്യുഞ്ജയ മന്ത്രന്മാരെല്ലാം ചൊല്ലുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ മൃത്യു ഭയം ഇല്ലാണ്ടിയതാണ്. അതാണ് മൃത്യുഞ്ജയ മന്ത്രത്തിന് ഏറ്റവും വലിയ ഗുണം. പല ഫോബിയാസ് ഉണ്ടല്ലോ, ആ ഫോബിയാസിലൊക്കെ നമുക്ക് മൃത്യുഞ്ജയ മന്ത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അത് ചെയ്ത് നോക്കണം. അത് പേടിയുള്ളവർക്ക് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഫലമുണ്ടാകും. എന്ത് പേടിയായാലും ശരി, നോ പറയേണ്ട സമയത്ത് നോ പറയാനുള്ള ധൈര്യം അതില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് പല പ്രശ്നങ്ങളും നമ്മൾ അനലൈസ് ചെയ്താൽ. മൃത്യുഞ്ജയ മന്ത്രവും ഗായത്രി മന്ത്രം ഈ ഗുണത്രയം എന്ന് പറഞ്ഞിട്ട് യോഗയിലൊന്ന് പറയുന്നുണ്ട്. സാത്വികത, രാജസികത, താമസികത, ഇത് മൂന്നും. ഒരു ഹൈപ്പർ ഡൈനാമിക് കുട്ടികൾ അവരൊക്കെ ഒന്ന് ശാന്തനാവാൻ ബെസ്റ്റ് മെത്തഡ് എന്താണെന്ന് വെച്ചാൽ ഗായത്രി മന്ത്രം ജപിക്കാൻ പറയില്ല. ഈ പ്രാണായാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാൻ നമ്മുടെ ശ്വാസത്തിന് കഴിയുമെന്ന് പറയുന്ന ആളുണ്ട്. നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾ മാറ്റാൻ നമ്മുടെ ശ്വാസത്തിന് കഴിയും. അതെങ്ങനെയാണ് ഈ പ്രാണായാമ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, രണ്ട് സംഗതികളാണ് ഇതിൽ. നമ്മൾ ദൃശ്യതയെ ഇത് നിങ്ങളെന്ത് കാണുന്നോ അതാണ് നിങ്ങളെ ലോകം. അപ്പോൾ ആ ഒരു ലോകത്ത് ഞാൻ ഇല്ലാത്തൊരു ലോകത്തിനെ സങ്കല്പിക്കാൻ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വി ആർ ദി സെൻട്രൽ പോയിന്റ്. നമ്മൾ ഈ 51 അക്ഷരങ്ങൾ സംസ്കൃതത്തിൽ, അതിൽ ഈ 51 അക്ഷരങ്ങൾ ശരീരത്തിൻ്റെ ഓരോ സ്ഥലത്തും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ തന്നെ ശരീരത്തിലെ ആ ഭാഗങ്ങൾ ഉത്തേജിക്കപ്പെടും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മന്ത്രങ്ങൾ മുഴുവൻ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ സംസ്കൃതത്തിൻ്റെ ദേവഭാഷ അല്ലെങ്കിൽ ദ മദർ ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഭാരതീയമായിട്ടുള്ള എല്ലാ ഭാഷയിലും തമിഴൊഴികെ ബാക്കിയുള്ള ഭാരതത്തിൻ്റെ എല്ലാ ഭാഷകളിലും സംസ്കൃതമാണ്. മാത്രമല്ല യൂറോപ്യൻ ലാംഗ്വേജസ്, ഈവൻ ജർമ്മനി, ഇംഗ്ലീഷിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 60% അധികം ഇംഗ്ലീഷിലെ വേർഡ്സ് നമ്മൾ അനലൈസ് ചെയ്തു പോയാൽ അത് സംസ്കൃതത്തിലെത്തും. ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് റിസർച്ച് ഈ മന്ത്രത്തിനെ പറ്റിയിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇതുണ്ടല്ലോ, മെൻ്റൽ ആൻഡ് ന്യൂറോ സയൻസസ് ബാംഗ്ലൂർ, അവിടെ ഡോക്ടർ ഗംഗാധരൻ ഉണ്ടായിരുന്നു എൻ്റെ ഡയറക്ടറായിട്ട്. അദ്ദേഹം ഗായത്രി മന്ത്രം ചൊല്ലുന്ന സമയത്ത് നമ്മളെ തലച്ചോറിലുണ്ടാവുന്ന മാറ്റങ്ങൾ അദ്ദേഹം MRI എടുത്തിട്ട് തെളിച്ചിട്ടുള്ളൊരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഡോക്ടർ ശ്വേത അഡാട്ടിയ, ഷീസ് എ ന്യൂറോളജിസ്റ്റ് ഫ്രം മഹാരാഷ്ട്ര, ഷീസ് പ്രാക്ടീസിങ് ഇൻ ദുബായ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സസൊക്കെ ഉണ്ട്. അവർ പറയുന്നത് മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന വാക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ തലച്ചോറിൻ്റെ ഷേപ്പിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അവർ ഇപ്പോൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയാൻ കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ വേണ്ട ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. സോ ഈ മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് നമ്മളെ ചിന്തകളിലൊക്കെ മാറ്റം വരും. അത് വളരെ MRI എടുത്തിട്ട് EEG എടുത്തിട്ടൊക്കെ EEG ഒക്കെ എടുത്തിട്ട് നമ്മളെ 2 ഹെമിസ്ഫിയർ ഉണ്ട് ബ്രെയിനിൻ്റെ, നമ്മളെ ലെഫ്റ്റും റൈറ്റും. ഇപ്പോൾ ലെഫ്റ്റ് ഹെമിസ്ഫിയറാണ് നമ്മൾ IQ എന്ന് പറഞ്ഞ് ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, റൈറ്റ് ഹെമിസ്ഫിയറാണ് നമ്മൾ ഇമോഷണൽ കോഷ്യൻ്റ്. അപ്പോൾ ഇത് രണ്ടും ബാലൻസ്ഡ് ആവാനൊക്കെ ഈ മന്ത്രങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്താഗതിയെ മാറ്റിയെടുക്കാൻ കഴിവുള്ളതാണ് മന്ത്രങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത് മനനാത്രായതി ഇതി മന്ത്ര. ഇപ്പോൾ ഗായത്രി മന്ത്രത്തിൻ്റെ പേരിൻ്റെ തന്നെ അർത്ഥം അതാണ്, ഗായന്തം ത്രായതി ഇതി ഗായത്രി, ചൊല്ലുന്നതുകൊണ്ട് രക്ഷപ്പെടുന്നതാണ് ഗായത്രി എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ മൃത്യുവിനെ ജയിക്കാനല്ല, മൃത്യുവിനാരും ജയിച്ചിട്ടില്ല, വന്നവരൊക്കെ പോയിട്ടുണ്ട്, ഉള്ളവരൊക്കെ പോവുകയും ചെയ്യും. പക്ഷെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ദ ഫിയർ ഓഫ് ദി അൺനോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ എന്തിനെയോ ഒരു പേടിയുണ്ട്. സൈക്കോളജിയിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് തിങ്ങാണ് ഫിയർ ഓഫ് ദി അൺനോൺ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണഭയമാണ്. കാരണം നമ്മൾ ഈ ലോകത്തിനെ കാണുന്നത് എന്താണ് ഈ ലോകം ചോദിച്ചാൽ ഒരാളോട് വെച്ചാൽ ദൃശ്യതേ ഇത് ഈ ലോകം. അതിന് ഡെഫിനേഷൻ ഉണ്ട്. ദൃശ്യതേ ഇത് നിങ്ങളെന്ത് കാണുന്നോ അതാണ് നിങ്ങളെ ലോകം. അപ്പോൾ ആ ഒരു ലോകത്ത് ഞാൻ ഇല്ലാത്തൊരു ലോകത്തിനെ സങ്കല്പിക്കാൻ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വി ആർ ദി സെൻട്രൽ പോയിന്റ്. അപ്പം മൃത്യുഞ്ജയ മന്ത്രന്മാരെല്ലാം ചൊല്ലുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ മൃത്യു ഭയം ഇല്ലാണ്ടിയാവുക. അതാണ് മൃത്യുഞ്ജയ മന്ത്രത്തിന് ഏറ്റവും വലിയ ഗുണം. അത് ഈവൻ നമ്മളത് സൈക്കോളജിക്കൽ ഫിയർ ഒക്കെ ഉണ്ടല്ലോ, പല ഫോബിയാസ് ഉണ്ടല്ലോ, ആ ഫോബിയാസിലൊക്കെ നമുക്ക് മൃത്യുഞ്ജയ മന്ത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അത് ചെയ്ത് നോക്കണം. അത് പേടിയുള്ളവർക്ക് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഫലമുണ്ടാകും. എന്ത് പേടിയായാലും ശരി, ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഗുണം കിട്ടും. യാതൊരു ഇതൊക്കെ നമുക്ക് നമ്പർ ഓഫ് കേസസിൽ നമ്മൾ കൊടുത്തു നോക്കിയിട്ടുള്ളതാണ്. പലതും സമൂഹത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ, ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ പേടി കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, ആ മനസ്സിലാക്കി കഴിഞ്ഞ് നോ പറയേണ്ട സമയത്ത് നോ പറയാനുള്ള ധൈര്യം അതില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് പല പ്രശ്നങ്ങളും നമ്മൾ അനലൈസ് ചെയ്താൽ. അപ്പോൾ ഈ തരത്തിൽ മാനസികമായിട്ട് ഒരു മനുഷ്യനെ നന്നാക്കിയെടുക്കാനുള്ള ടെക്നോളജി, അതിന് ഇനി നമ്മൾ കുറച്ചുകൂടി ഡെപ്ത് പോവുകയാണെന്ന് വെച്ചാൽ സ്വതവേ നമ്മൾ ഇതിന് സെലക്ട് ചെയ്യുന്നത് മൃത്യുഞ്ജയ മന്ത്രവും ഗായത്രി മന്ത്രം.
ഈ ഗുണത്രയം എന്ന് പറഞ്ഞിട്ട് യോഗയിലൊന്ന് പറയുന്നുണ്ട്. സാത്വികത, രാജസികത, താമസികത, ഇത് മൂന്നും മിക്കവാറും നമ്മളെല്ലാം ഈ മൂന്നിൻ്റെ ഒരു മിക്സ്ചറാണ്. അത് സാത്വികത എന്ന് പറഞ്ഞാൽ ഒരു സാത്വിക സ്വഭാവം, ശാന്ത സ്വഭാവം ഉള്ള, ജനറലി ശാന്ത സ്വഭാവമായിട്ടുള്ള ഒരാളാണ്. പക്ഷേ അയാളെയും പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ചിലപ്പം രാജസിക ആവും. പക്ഷേ സ്വതേ ഏതാണോ പ്രൊഡോമിനൻ്റ് ആയിട്ട്, ഇപ്പോൾ രാജസിക ചിലർ വളരെ ഡൈനമിക് പേഴ്സണാലിറ്റി ആയിരിക്കും, അവരെയാണ് നമ്മൾ രാജസികമായിട്ടുള്ള ആൾക്കാർ. പിന്നെ ചിലർ സ്വതേ മടിയന്മാരായിരിക്കും, അവരെയാണ് നമ്മൾ താമസികം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ്. ഏതാണോ പ്രൊഡോമിനൻ്റ് അതായിട്ടാണ് നമ്മൾ സ്വതേ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതിൽ ഗായത്രി മന്ത്രമാണ് സാത്വികത കൂട്ടാനുള്ള ഏറ്റവും പരമ്പരാഗതമായിട്ട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഗായത്രി മന്ത്രം സ്ഥിരമായിട്ട് ചൊല്ലിയിരുന്ന ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമൂഹം തന്നെയാണ് ഇന്നും സാത്വികന്മാരായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഒരു ഇന്നിപ്പോൾ പിരിവിരിപ്പുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഈ അടങ്ങിയിരിക്കാനേ പറ്റാത്ത ഒരു ഹൈപ്പർ ഡൈനാമിക് കുട്ടികൾ, അവരൊക്കെ ഒന്ന് ശാന്തനാവാൻ ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഗായത്രി മന്ത്രം ജപിക്കാൻ പറയില്ല. അതല്ലെങ്കിൽ അവർ കുറച്ചും കൂടി, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഗായത്രി ഭയങ്കര സാത്വികന്മാരായി കഴിഞ്ഞാൽ സമൂഹത്തിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലേശൊരു രാജസികതയും കൂടി ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഒരു സാത്വിക് രാജസിക് കോമ്പിനേഷൻ ആയിരിക്കും ഏറ്റവും നന്നായിരിക്കുക. അങ്ങനെയുള്ളവർക്ക് നമ്മൾ മൃത്യുഞ്ജയ മന്ത്രമാണ് രാജസിക ക്വാളിറ്റിയായിട്ട്. അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ഈ ഗുണത്രയത്തിൽ സാത്വികതയും രാജസികതയും വർദ്ധിക്കുന്നതോടുകൂടി തന്നെ താമസിക്കുക ഇല്ലാണ്ടായിക്കോളും. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഒരു വ്യക്തിത്വ വികസനത്തിന് ഇന്ന് നമുക്ക് മന്ത്രയോഗയിൽ യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ടെക്നിക്ക് ഇതാണ്. ഇതന്നെ നമ്മുടെ യോഗയിൽ പ്രാണായാമത്തിലുണ്ട് കേട്ടോ ടെക്നിക്സ്. ഇപ്പോൾ ഞാൻ പ്രാണായാമത്തിലേക്കാണ് വരുന്നത്. കാരണം ഈ പ്രാണായാമം എന്ന് പറയുന്നത് പലർക്കും ഇന്ന് എനിക്കൊന്നു ക്രിയായോഗ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് മൊഡാലിറ്റികൾ ചെയ്യുന്നതിനകത്ത് കൂടുതലും ഉപയോഗിക്കുന്നത് ഈ പ്രാണായാമങ്ങളാണ്. അപ്പോൾ ഈ പ്രാണായാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാൻ നമ്മുടെ ശ്വാസത്തിന് കഴിയുമെന്ന് പറയുന്ന ആളുണ്ട്. നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾ മാറ്റാൻ നമ്മുടെ ശ്വാസത്തിന് കഴിയുമെന്ന്. അതെങ്ങനെയാണ് ഈ പ്രാണായാമം വർക്ക് ചെയ്യുന്നത്? ഓക്കെ, രണ്ട് സംഗതികളാണ് ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രാണായാമം എന്നുള്ള വാക്ക് വിഘടിച്ച് കഴിഞ്ഞാൽ പ്രാണ പ്ലസ് യമ അല്ല. യമ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ എന്നുള്ളൊരർത്ഥം. പ്രാണ പ്ലസ് അയമ എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള മീനിങ്. പ്രാണ എന്ന് പറയുന്നതുകൊണ്ട് പ്രാണായാമത്തിൻ്റെ കണ്ടെക്സ്റ്റിൽ പ്രാണ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്വാസോച്ഛ്വാസം. ഈ അയമ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റെൻഡിങ് ദ ഡയമെൻഷൻ. സാധാരണ ശ്വാസം കൊണ്ട് എന്താണോ നമുക്ക് ഗുണം കിട്ടുന്നത്, സാധാരണ ശ്വാസം കൊണ്ട് എന്താ ഗുണം? 20% ഓക്സിജനുള്ള എയറാണ് നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. എന്നിട്ട് ആ ശ്വാസം നമ്മൾ പുറത്തേക്ക് വിടുന്നു. ഓരോ പ്രാവശ്യവും വലിച്ചെടുക്കുമ്പോൾ 20% 4% ഓക്സിജൻ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു ബ്ലഡിലേക്ക്. അങ്ങനെയാണ് ബ്ലഡ് ഓക്സിജീകരിക്കപ്പെടുന്നത്. ബാക്കി 16% പുറത്തേക്ക് തന്നെയാണ്. ഇതാണ് നോർമൽ ബ്രീത്തിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇത് നമ്മൾ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് ഈ ഓക്സിജൻ കണ്ടൻറ്റ് മാത്രമല്ല, ഈ ഓക്സിജൻ അല്ലാണ്ട് വേറൊരു സംഗതി യോഗയിൽ പറയുന്നുണ്ട്. പ്രാണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എനർജീനെ പറ്റി പറയുന്നുണ്ട്. പ്രാണിക് എനർജി. അതാണ് നമ്മുടെ നാഡികൾ വഴി നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചു പോകുന്നതാണ് യോഗശാസ്ത്രം പറയുന്നത്. ഈ പ്രാണിക് എനർജി നമുക്ക് കിട്ടാനുള്ള സോഴ്സസ് 3 സോഴ്സസാണ്. ഒന്ന് ബൈ ബ്രീത്തിങ്, ദെൻ ത്രൂ ഫുഡ്, ദെൻ ദ കോസ്മിക് എനർജി. ഈ 3 നമുക്ക് എടുക്കാനുള്ള ടെക്നോളജീസാണ് യോഗയിൽ പറയുന്നത്. ഇതിൽ പ്രാണായാമത്തിൽ നമ്മൾ ഈ കൂടുതൽ സാധാരണ ശ്വാസം കൊണ്ട് എന്ത് ഗുണം കിട്ടുന്നു അതിൽ കൂടുതൽ കിട്ടുമാറാക്കാനുള്ള ഒരു ടെക്നിക്ക്, അതാണ് പ്രാണ പ്ലസ് അയമ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റെൻഡിങ് ദ ഡയമെൻഷൻ ഓഫ് ബ്രീത്തിങ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? അതെന്താണ് നമ്മളതിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ, പ്രാണായാമത്തിൻ്റെ ഈ ഋഷിമാരിത് കണ്ടുപിടിച്ച് 5000 കൊല്ലം മുമ്പ് എഴുതി വെച്ച സംഗതികളാണ്. ഈ സ്വരയോഗം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിലാണ് ഈ ശ്വാസം ഉപയോഗിച്ചിട്ട് മാത്രം എങ്ങനെ നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നുള്ളതിനെ പറ്റി മാത്രം പറയുന്നൊരു പുസ്തകമാണ്. ഒരുപാട് പേര് ഒരു കമൻട്രി ഉണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ സംസ്കൃത ബുക്കാണ് മൂലം. പക്ഷേ അതിനെപ്പറ്റി ഒരുപാട് മോഡേൺ യോഗ ഗുരുക്കന്മാർ അതിൻ്റെ കമൻട്രീസ് എഴുതിയിട്ടുണ്ട്. സത്യാനന്ദ സരസ്വതീൻ്റെ ഉണ്ട്, ശിവാനന്ദ സരസ്വതീൻ്റെ ഉണ്ട്, ഒരുപാട് മുക്തിബോധാനന്ദ ഇവരെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവം നടക്കണമെന്ന് വെച്ചാൽ, നമ്മളുടെ എങ്ങനെയാണിത് മനസ്സിനെ ബാധിക്കുന്നത്, അതാണ് ചോദ്യത്തിൻ്റെ ഒരു ഭാഗം. നമ്മളുടെ ശ്വാസം നമ്മളെ മനസ്സായിട്ട് ക്ലോസ്ലി റിലേറ്റഡാണ്. ഇപ്പം നമ്മൾ റോഡിൽ കൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ 2 ബൈക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. രണ്ടും ഒരു ഹെഡ് ഓൺ കൊളീഷൻ, 2 പേരും അങ്ങോട്ട് തെറിച്ചു പോവുക. ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്താ? നമ്മളത് കാണുമ്പോൾ നമ്മൾ വാട്ട് ഈസ് യുവർ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ? ഒരു ശ്വാസം ഒന്ന് വലിച്ച് അവിടെ നിന്ന്. അപ്പോൾ വാട്ട് എവർ ഹാപ്പൻസ് ത്രൂ യുവർ മൈൻഡ്, ദറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി റിഫ്ലക്റ്റഡ് ഇൻ യുവർ പാറ്റേൺ ഓഫ് ബ്രീത്തിങ്. നമ്പർ 1 പോയിന്റ്.
ഇപ്പം നമ്മൾ സന്തോഷത്തിൽ ചിരിക്കുകയാണ്, അപ്പം നമ്മുടെ ശ്വാസത്തിൻ്റെ പാറ്റേൺ വേറെ തന്നെയാണ്. സങ്കടത്തിൽ കരയണം, കുട്ടികൾ കരയുമ്പോൾ കണ്ട് കരയുമ്പോൾ ഒരു ശ്വാസത്തിൻ്റെ പാറ്റേണിൽ വ്യത്യാസം വന്നു. അപ്പോൾ സങ്കടം വരുമ്പോൾ നമ്മളെ പാറ്റേണിലും വ്യത്യാസം വരും. ചുരുക്കി പറഞ്ഞാൽ മനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ദറ്റ് ആൾട്ടേഴ്സ് ദറ്റ് ടൈപ്പ് ഓഫ് ബ്രീതിങ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ത്രികാലജ്ഞാനികളെ ഋഷിമാർ എന്ത് ചെയ്തു വെച്ചാൽ ഒരു 10-20 ടൈപ്പ് പ്രാണായാമം ഉണ്ടാക്കി. ആ പ്രാണായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വഴി അതിനെ ഉൾട്ടിട്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനെ മാറ്റാൻ പറ്റുമെന്ന് പഠിച്ചു. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് മാറ്റം വരുത്താൻ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈസിയസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് 10 പൈസ ചിലവില്ലാത്തൊരു ടെക്നിക്കാണ് പ്രാണായാമങ്ങൾ. ഇത് ഒരുപാട് പ്രാണായാമങ്ങളുണ്ട്, ഒരു 10-20 പ്രാണായാമങ്ങളുണ്ട്. ഇത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ശരിക്കും പറഞ്ഞാൽ അതാണ്. കാരണം നമ്മൾ ഈവൻ യോഗ തന്നെ എല്ലാവർക്കും ഒരേ യോഗ ഒരു 10, 30, 40, 50, 100 ആളുകൾക്ക് എല്ലാവർക്കും കൂടി ഒരു യോഗ കൊടുക്കുന്നത് വാസ്തവത്തിൽ തെറ്റാണ്. കാരണം ഓരോരുത്തർക്കും അവരെ പ്രായം, പിന്നെ ശാരീരിക അസ്വസ്ഥതകൾ, പിന്നെ കഴിക്കുന്ന മരുന്നുകൾ, ഇതൊക്കെ അനുസരിച്ച് വ്യത്യസ്തരായിരിക്കും. ശരിക്കും ഹൈലി ഇൻഡിവിജ്വലൈസ്ഡാണ് യോഗ. ഓരോ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, അദ്ദേഹത്തിനുള്ള അസുഖങ്ങൾ, അദ്ദേഹം കഴിക്കുന്ന മരുന്നുകൾ, ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ട് വേണം ശരിക്കും യോഗ കൊടുക്കുക. അപ്പോൾ വ്യക്തികൾക്ക് വ്യക്തിനിഷ്ഠമായിട്ടുള്ള യോഗാസനങ്ങൾ തീർച്ചയായിട്ടും. എങ്ങനെ നമ്മളൊരു ഒരു ഡയറ്റീഷ്യൻ എങ്ങനെയാണോ ഒരു പേഷ്യൻറ്റിന് ഒരു ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, ശരിക്കും യോഗ ചെയ്യേണ്ടത് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും നോക്കാൻ പറ്റില്ല. എങ്കിലും സ്വതവേ നമ്മളൊക്കെ യോഗ ക്ലാസ്, നമ്മളുടേതായിട്ടുള്ള യോഗ ക്ലാസ്സൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹാർട്ട് ഡിസീസൊക്കെ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിനൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ലങ്സിൽ വല്ല പ്രശ്നങ്ങളുള്ളവർ, അങ്ങനത്തെവർക്കൊക്കെ നമ്മൾ വളരെ ബലമായിട്ടുള്ള വേറൊന്നും വേണ്ട, ഒരു ഫുൾ ബ്രെത്ത് എടുത്താൽ തന്നെ മതി. കുറച്ച് പ്രായമുള്ള ഒരാളിപ്പോൾ യോഗയ്ക്ക് ആദ്യമായിട്ട് വന്ന് നമ്മൾ പ്രായമാവുന്ന സമയത്ത് നമ്മളെ ലങ്സിൻ്റെ ഇലാസ്തികതയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു 10-60 വയസ്സുള്ള ഒരാൾ വരികയാണ്, അദ്ദേഹം പ്രാണായാമം ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ട് ഡീപ്പ് ബ്രീത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എൻ്റെ ഇലാസ്തികത ഒക്കെ നഷ്ടപ്പെടണം. ചെറിയ കുട്ടികളുള്ള മാതിരി ആവില്ല പ്രായമാകുമ്പോൾ. ഏതായാലും മനസ്സിനെ മാറ്റാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂളാണ്. അതിൽ ഡിഫറെൻറ്റ് പ്രാണായാമാസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹീറ്റിംഗ് പ്രാണായാമം, ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കാനുള്ള പ്രാണായാമമുണ്ട്. കൂളിംഗ് പ്രാണായാമം, ശരീരത്തിൻ്റെ ചൂട് തണുപ്പിക്കാനുള്ള പ്രാണായാമസ് ഉണ്ട്. ദെൻ ട്രാങ്കുലൈസിങ് പ്രാണായാമസ്, മനസ്സിനെ ശാന്തമാക്കാനുള്ള പ്രാണായാമങ്ങളുണ്ട്. ഹീലിംഗ് പ്രാണായാമസ്, അസുഖങ്ങൾ മാറ്റാനുള്ള പ്രാണായാമങ്ങളുണ്ട്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങൾ മാറാനുള്ളതുണ്ട്, നമ്മൾ മെൻ്റലായിട്ടുള്ള അസുഖങ്ങൾ മാറാനുള്ളതുണ്ട്. ഇങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് യൂസേഴ്സിന് തെറപ്യൂട്ടിക് പർപ്പസിന് ചികിത്സാർത്ഥം നമുക്ക് പ്രാണായാമങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് മന്ത്രം ചൊല്ലുന്നത് നമ്മൾ ഉള്ളിലേക്ക് ഒരു ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്ന സമയത്താണ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് നമ്മൾ മീനിങ് ഫുൾ സൗണ്ട് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് കാണിച്ചാൽ നമുക്കൊരു പ്രാണായാമത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉജ്ജയി പ്രാണായാമം, കേച്ചാരി മുദ്രയിൽ നാവ് വെച്ചിട്ട് ഉജ്ജയി പ്രാണായാമത്തിൽ ശ്വാസം എടുക്കുക, എന്നിട്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് മന്ത്രത്തിൽ ചൊല്ലാം. അപ്പോൾ നമ്മൾ മന്ത്രത്തിൻ്റെ ഗുണവും കിട്ടും, ഉജ്ജയി പ്രാണായാമത്തിൻ്റെ ഗുണം കിട്ടും, കേച്ചാരി മുദ്രേൻ്റെ ഗുണവും കിട്ടും. ഇങ്ങനെ നമ്മൾ ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യാം. കാരണം ഇതെല്ലാം സെപ്പറേറ്റ് പ്രാക്ടീസസാണ്. അപ്പോൾ ഓരോന്നും ചെയ്യാൻ നമുക്ക് 10 മിനിറ്റ് എടുക്കുന്നത്, ഇതെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു 30 മിനിറ്റിൻ്റെ ഗുണം കിട്ടും. ഈ പ്രാണായാമത്തിലേക്ക് വരുമ്പോഴാണ് മെഡിറ്റേഷൻ. ഇന്ന് എല്ലാവരും ചെയ്യാൻ പറയുന്നതും പലരും ശ്രമിക്കുന്നതും ഒരു വിഷയമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ഇന്ന് പല ആളുകളും പറ്റിക്കപ്പെടുന്നൊരു മേഖല കൂടിയാണ് ഈ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ എനർജി ഹീലിംഗ് എന്ന് പറയുന്നൊരു വിഷയം. അപ്പോൾ 3 മണിക്കൊക്കെ എണീറ്റിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ എനർജി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും മെഡിറ്റേഷൻ ചെയ്യുന്നത്. പക്ഷേ ചില എനർജി ഹീലർമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇവർ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു എനർജി അല്ലെങ്കിൽ ഒരു തരിപ്പ് ശരീരത്തിൽ വരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കിട്ടുമ്പോഴാണ് ഇത്രയും നാൾ ഞാൻ ചെയ്തതായിരുന്നില്ല മെഡിറ്റേഷൻ, ഇതാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് ഇതിലേക്ക് വന്നിട്ട് ലക്ഷങ്ങൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശരീരത്തിലൊരു പെരുപ്പുണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു എനർജി പോലെ ഉണ്ടാകുന്നത് അതൊരു എനർജി ട്രാൻസ്ഫർ തന്നെയാണോ, അല്ലെങ്കിൽ ഇത് പ്രാണായാമം കൊണ്ടുണ്ടാകുന്നതാണ്? സർ, ആദ്യം മെഡിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അഷ്ടാംഗയോഗ. ഇന്ന് ലോകം അംഗീകരിച്ച ഭാരതത്തിലെ ഏകദേശം ഒരു 40 വിവിധ തരത്തിലുള്ള യോഗ പദ്ധതികൾ നിലവിലുണ്ട്. അതിൽ ഇന്നിപ്പോൾ ലോകം അംഗീകരിച്ചതും ഏറ്റവും ഉത്തമമായിട്ട് കണക്കാക്കപ്പെടുന്നത് അഷ്ടാംഗയോഗയാണ്. അഷ്ടാംഗങ്ങൾ 8 സ്റ്റെപ്സ് ഉണ്ട് അതിന്. ഇത് പതഞ്ജലി മഹർഷിയാണ് ഇത് ചിട്ടപ്പെടുത്തിയത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ഇതായതുകൊണ്ട് ഇതിനെ നമ്മൾ രാജയോഗം എന്ന് പറയും.
പതഞ്ജലി മഹർഷി ചിട്ടപ്പെടുത്തിയോണ്ട് അതിൻ്റെ പതഞ്ജലി യോഗ എന്നും പറയും. പിന്നെ ഇനി 8 സ്റ്റെപ്സ് ഉള്ളതുകൊണ്ട് ഇനി അഷ്ടാംഗ യോഗ എന്ന് പറയാം. അപ്പോൾ ഇത് സിനണിംസാണ്. അഷ്ടാംഗ യോഗ എല്ലാം എന്ന് ഒന്ന് പറഞ്ഞാലും തന്നെയാണ്. പതഞ്ജലി യോഗ എന്ന് പറഞ്ഞാലും രാജയോഗം എന്ന് രാജയോഗം എന്ന് പറഞ്ഞാലും പറഞ്ഞാലും സംഭവം ഒന്ന് തന്നെ. അപ്പോൾ ഈ സാറ് പറഞ്ഞ ഈ മെഡിറ്റേഷൻ എന്നുള്ളത് അഷ്ടാംഗ യോഗയിൽ 8 സ്റ്റെപ്സ് ഉള്ളതിൽ 7ാമത്തെ സ്റ്റെപ്പാണ്. യമ, നിയമ, യോഗാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ 6, ധ്യാനം. ധ്യാനം ഈസ് 7th സ്റ്റെപ്പ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ 1ാം ക്ലാസ് LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് എഴുതി പോയിട്ട് വേണം നമ്മൾ SSLCയോ +2ഓ ഗ്രാജുവേഷനോ എഴുതാൻ. ഇതൊന്നുമില്ലാണ്ട് നേരെ തന്നെ പോയിട്ട് കുട്ടീനെ കൊണ്ടുപോയിട്ട് നമ്മൾ കോളേജിൽ ചേർത്ത് എന്താ ഉണ്ടാവുക? ഇതാണ് സാർ പ്രശ്നം.